രാഷ്ട്രപതി ഭവൻ കല്യാണ മണ്ഡപമാക്കിയോ? ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയായ രാഷ്ട്രപതി ഭവനിൽ വിവാഹമേളങ്ങൾ മുഴങ്ങിക്കഴിഞ്ഞു. സംശയിക്കേണ്ട, ഫേക്ക് ന്യൂസ് ഒന്നുമല്ല, സംഗതി സത്യമാണ്. രാഷ്ട്രപതി ഭവനിൽ ഫെബ്രുവരി 12-ന് ഒരു വിവാഹം നടക്കുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് വ്യക്തിപരമായി ഏറെ താല്പര്യമുള്ള ഒരു വ്യക്തിയുടെ വിവാഹമാണ് രാഷ്ട്രപതി ഭവനിലെ മദർ തെരേസ ക്രൗൺ കോംപ്ലക്സിൽ നടക്കുക. ആരുടേതാണ് ഈ കല്യാണമെന്നറിയണ്ടേ? രാഷ്ട്രപതി ഭവനിൽ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്ന CRPF അസിസ്റ്റന്റ് കമാൻഡന്റ് പൂനം ഗുപ്തയാണ് വധു. രാഷ്ട്രപതിയുടെ വ്യക്തിഗത സുരക്ഷാ കാര്യങ്ങളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥ കൂടിയാണ് ഇവർ. ഇതിനപ്പുറം എന്തെങ്കിലും ബന്ധം രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി പൂനം ഗുപ്തയ്ക്കുണ്ടോ? പലരും തിരഞ്ഞ ഈ ചോദ്യത്തിന് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഉത്തരം. പക്ഷേ തൻ്റെ വിവാഹം രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടത്തണമെന്ന പൂനത്തിൻ്റെ അഭ്യർത്ഥനയ്ക്ക് രാഷ്ട്രപതി സമ്മതം മൂളിയത് വെറുതെയല്ല. പൂനം ഗുപ്ത എന്ന പേര് രാജ്യത്തിന് പരിചിതമാകുന്നത് ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിന് ശേഷമാണ്. 74ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ വനിതാ സംഘത്തെയും നയിച്ച CRPF ഉദ്യോഗസ്ഥയിലായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ആത്മവിശ്വാസം നിറഞ്ഞ മുഖഭാവവും ചുവടുവെപ്പുകളുമായി നടക്കുന്ന പൂനം ഗുപ്തയുടെ ഒരു ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ലേഡി SPG എന്ന അടിക്കുറിപ്പോടെ ബോളിവുഡ് നടിയും BJP MPയുമായ കങ്കണ റണൌട്ട് ഇവരുടെ ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഇതോടെ രാഷ്ട്രപതി ഭവനിലെ CRPF ഉദ്യോഗസ്ഥയെക്കുറിച്ചറിയാൻ ആളുകൾക്ക് കൂടുതൽ കൗതുകമായി. പൂനം ഗുപ്തയുടെ ജോലിയിലും ആത്മാർത്ഥതയിലും ഇഷ്ടം തോന്നിയ ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവനിൽ വിവാഹവേദി ഒരുക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. സമർപ്പണം, പ്രൊഫഷണലിസം, അച്ചടക്കമുള്ള സേവനം എന്നിവയ്ക്കുള്ള അംഗീകാരമായാണ് രാഷ്ട്രപതി ഇത് കണക്കാക്കിയിരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ആദ്യം ഊഹാപോഹങ്ങളാണെന്ന് കരുതിയെങ്കിലും പിന്നീട് രാഷ്ട്രപതി ഭവനിൽ പൂനം ഗുപ്തയുടെ വിവാഹം നടക്കാൻ പോകുന്നുവെന്ന് മാധ്യമവൃത്തങ്ങൾ സ്ഥിരീകരിക്കുകയായിരുന്നു. മധ്യപ്രദേശിലെ ശിവപുരിയിൽ നിന്നുള്ള പൂനം ഗുപ്തയ്ക്ക് മികച്ച ഒരു അക്കാദമിക് റെക്കോർഡ് കൂടിയുണ്ട്. മാത്തമാറ്റിക്സിൽ ബിരുദവും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദാനന്തര ബിരുദവും ഗ്വാളിയോറിലെ ജിവാജി സർവകലാശാലയിൽ നിന്ന് B.Edും നേടി. പിന്നീടാണ് 2018-ൽ UPSC CAPF പരീക്ഷ എഴുതി 81ാം റാങ്കോടെ CRPFൽ അസിസ്റ്റന്റ് കമാൻഡന്റായി നിയമിതയായത്. രാഷ്ട്രപതി ഭവനിൽ നിയമനം ലഭിക്കുന്നതിന് മുൻപ് ബീഹാറിലെ നക്സൽ ബാധിത മേഖലകൾ ഉൾപ്പെടെ വെല്ലുവിളികൾ നിറഞ്ഞതും ഉയർന്ന അപകട സാധ്യതയുള്ളതുമായ പ്രദേശങ്ങളിലാണ് പൂനം സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും കാരണം ഇന്ത്യയിലുടനീളമുള്ള നിരവധി യുവതികളുടെ റോൾ മോഡൽ കൂടിയാണ് ഈ ലേഡി SPG. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായിട്ടുള്ള വ്യക്തിയാണ്, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ. സ്ത്രീകളുടെ അവകാശങ്ങൾക്കും ശാക്തീകരണത്തിനും വേണ്ടി സംസാരിക്കുക, വിദ്യാർത്ഥികൾ പ്രചോദനമാകുന്ന സന്ദേശങ്ങൾ പങ്കുവയ്ക്കുക എന്നിങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനങ്ങൾ. പൂനം ഗുപ്തയ്ക്ക് രാഷ്ട്രപതി ഭവൻ വിവാഹവേദിയാക്കാൻ എങ്ങനെ അനുമതി ലഭിച്ചു എന്ന ചോദ്യത്തിന് ഇതെല്ലാമാണ് ഉത്തരമെന്ന് പറയാം. പൂനം വിവാഹം കഴിക്കുന്നതും ഒരു CRPF ഉദ്യോഗസ്ഥനെയാണ്. പ്രതിശ്രുത വരൻ അവിനാഷ് കുമാർ ജമ്മു കാശ്മീർ CRPF അസിസ്റ്റന്റ് കമാൻഡന്റാണ്. രാഷ്ട്രപതി ഭവനിലെ വിവാഹത്തോടെ ചരിത്രത്തിന്റെ ഭാഗമാകും ഈ CRPF കപ്പിൾസ്. ന്യൂഡൽഹിയിലെ റെയ്സീന കുന്നുകളിൽ 300 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ചരിത്ര സമ്പന്നമായ കെട്ടിടം. വാസ്തുവിദ്യാ വൈദഗ്ധ്യത്തിന്റെ പേരിൽ ഏറെ പേരുകേട്ട നിർമ്മിതി. ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ എഡ്വിൻ ലാൻസിയർ ലൂട്ടൻസ് ആണ് രാഷ്ട്രപതി ഭവൻ ഡിസൈൻ ചെയ്തത്. 300 ഏക്കറിൽ 2 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ 4 നിലകളിലായി 340 മുറികളാണ് ഇവിടെയുള്ളത്. ഇറ്റലിയിലെ ക്വീറിഞ്ഞൽ പാലസിന് ശേഷം ലോകത്തിലെ രാഷ്ട്രപതിമാരുടെ വസതിയിൽ 2ാം സ്ഥാനവും രാഷ്ട്രപതി ഭവനാണ്. വിദേശ രാഷ്ട്രതലവന്മാർ ഔദ്യോഗിക സന്ദർശനത്തിനായി രാജ്യത്ത് വരുമ്പോൾ താമസിക്കുന്നത് ഇവിടെയാണ്. ഇതിന്റെ പരിസരത്ത് പോലും ഒരു വിവാഹവും ഇന്നേ വരെ നടന്നിട്ടില്ല. ഈ അപൂർവ ബഹുമതിയാണ് പൂനം ഗുപ്തയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. രാഷ്ട്രപതി ഭവൻ വളപ്പിലെ മദർ തെരേസ ക്രൗൺ കോംപ്ലക്സിൽ വിവാഹ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് സംബന്ധിച്ച് രാഷ്ട്രപതി ഭവൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വധൂവരന്മാരുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരിക്കും വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുക എന്നതാണ് വിവരം. പുരോഗമനപരമായ നടപടിയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് സമ്മിശ്രമായ പ്രതികരണമാണ് ഉയരുന്നത്. ദേശീയ മൂല്യമുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു സ്വകാര്യ പരിപാടി നടത്തുന്നതിനെക്കുറിച്ച് പലരും ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. എവറിത്തിങ് ഈസ് ഫെയർ ഇൻ ലവ് എന്ന പഴയ ചൊല്ല് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നവരും ഇതിനിടയിലുണ്ട്. കർശന സുരക്ഷാ വലയത്തിലായിരിക്കും ചടങ്ങുകൾ നടക്കുകയെന്ന് ഉറപ്പാണ്. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങുകളുടെ ഫോട്ടോ പങ്കുവയ്ക്കാൻ ഇവർക്ക് അനുവാദമുണ്ടോ എന്ന കാര്യം സംശയമാണ്. ബാക്കി ഫെബ്രുവരി 12-ന് കാണാം.